ശബ്ദം ആക്ച്വലി ഏട്ടനെ അറിയുള്ളൂ കേട്ടോ. ബിനിച്ചേട്ടന്റെ ശബ്ദം, ചേട്ടന്റെ എന്നാ ശബ്ദം. നമുക്ക് അങ്ങനെ ചെയ്യാം. ആ ടാസ്ക് അങ്ങനെയൊക്കെ തിരിച്ചു വന്നു. അവിടെ നിന്ന് നമുക്ക് ഒരാളെ ഫോൺ വിളിച്ചിട്ട് അവിടെ ഫോൺ എടുക്കാൻ ഹലോ പറയുന്നതിന് മുമ്പ് ഇവിടെ ആ ശബ്ദത്തിൽ അങ്ങനെ സംസാരിക്കുക. ഐശ്വര്യ ഐശ്വര്യനെ വിളിക്കും. ഹലോ എന്റെ പൊന്നടാവ്, നീ ഇത് എവിടാടി? കാണാനില്ലല്ലോ തന്നെ. ഞാൻ പറഞ്ഞില്ല ഇത് മൈക്ക് ശരിയാവില്ല. ഇത് ഹലോ, താങ്കൾക്ക് സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? വെരി ഗുഡ് വെരി ഗുഡ്. എന്റെ പൊന്നടാവേ, എന്നെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ പറയുന്നത് ആരാണ് എന്നൊന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ ആകുമ്പത്തെ ശോകാവസ്ഥയിലാവും. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സൗണ്ടിൽ സംസാരിക്കുന്ന ആളുടെ പേരൊന്ന് ഉറക്കെ പറയാമോ? ആരാണ്? ബിനു ചേട്ടനാണ് അങ്ങനെ സംസാരിക്കാറുള്ളത് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ബിനു ചേട്ടന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഫ്ലോറിൽ ഇരിക്കുകയാണ്. ഐശ്വര്യ ടമർപടർ, താങ്കൾ യുവാകൃഷ്ണനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇപ്പൊ സെറ്റിൽ ഇല്ലാത്ത ആരെങ്കിലും വിളിക്കണമായിരുന്നു. പറഞ്ഞില്ലായിരുന്നെങ്കിൽ. ഞാൻ ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്, പക്ഷെ ഒരു 3 ക്യാമറയുടെ നടുക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബിഹൈൻഡ് വുഡ്സിന്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു സെഗ്മെന്റിൽ അവർ പറഞ്ഞു ഇതേപോലെ സ്റ്റാർ മാജിക്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് എനിക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സൗണ്ടിൽ സംസാരിക്കാമോ എന്ന്. അപ്പൊ ആ ഐശ്വര്യ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തില്ലായിരുന്നെങ്കിലേ. ഹലോ ഐശ്വര്യ, ഞാൻ ഇവിടുത്തെ ആങ്കർ ആണ്, ദക്ഷയാണ്. അപ്പോ ഇപ്പം കറക്റ്റ് ആയിട്ട് ഐശ്വര്യ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ യുവയുടെ മറ്റേ മിമിക്രി പരമ്പര ദൈവങ്ങളെ എല്ലാവരും ഇനി കുറ്റം പറയേണ്ടി വന്നേനെ. പേടിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു. പറയണേ ഐഡന്റിഫൈ ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയില്ല. എവിടെയാണ്? ഷൂട്ടിലാണോ? ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാ പ്രേക്ഷകരോടും എന്റെ വലിയ ഹായ്. താങ്ക് യു സോ മച്ച്. ശരിയടാ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ. എന്തായാലും ഫോൺ വിളിച്ച് നമുക്ക് നമ്മുടെ ഇത് കിട്ടിയില്ല. ഐ മീൻ മൃദുലയുടെ മിമിക്രി കിട്ടിയില്ല. എന്തായാലും സെറ്റപ്പും ഇതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സാധനം. എനിക്ക് തോന്നുന്നു ഫോണിൽ കൂടെ കേൾക്കുമ്പോ കുറച്ച് ഡൗട്ടും തോന്നുന്നുണ്ടാവും. അറിയാത്ത നമ്പർ. എവിടെയായിരുന്നു? കോളേജില്. മറ്റേ കലോത്സവ വേദികളിലൊക്കെ. കോളേജ് ലെവലില്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പൊ നിങ്ങളൊരു മിമിക്രി കപ്പിളാണ്. അതെ.